സോഷ്യൽ മീഡിയ ഉപയോഗം കുട്ടികളിലെ ക്രിയാത്മകതയെ ബാധിക്കുന്നത് ഗൗരവത്തിലെടുക്കണമെന്ന് വിസ്ഡം സ്റ്റുഡൻസ് ഇന്റലിജൻഷ്യ. ഇത് പരിഹരിക്കാൻ ഫലപ്രദമായ കർമ്മ പദ്ധതികൾ തയ്യാറാക്കണമെന്നും പ്രതിഭാ സംഗമം ആവശ്യപ്പെട്ടു. വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഇന്റലിജൻഷ്യ പ്രതിഭാ സംഗമം കോഴിക്കോട്ട് സംഘടിപ്പിച്ചു. കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ ബഹുജന ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൗമാരക്കാർക്കിടയിൽ വർദ്ധിക്കുന്ന ആത്മഹത്യാ പ്രവണത, കുട്ടികളിൽ സോഷ്യൽ മീഡിയ മൂലം വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഉത്കണ്ഠ, ഏകാന്തത, മാനസിക പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്ക് തടയിടാൻ കാര്യക്ഷമവും പ്രായോഗികവുമായ കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കണമെന്ന് സംഗമത്തിൽ അഭിപ്രായമുയർന്നു. സ്ക്രീൻ അഡിക്ഷൻ വഴി കളി, വായന, സൃഷ്ടിപരമായ ഇടപെടൽ, നേരിട്ടുള്ള സാമൂഹിക ബന്ധം എന്നിവ ഇല്ലാതാകുന്നുവെന്നും അതുവഴി ഹ്രസ്വകാല സന്തോഷം മാത്രം തലച്ചോർ ഉൽപ്പാദിപ്പിക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ ശ്രദ്ധക്കുറവും ക്ഷമയില്ലായ്മയും സ്വയം ചിന്തിക്കാനുള്ള ശേഷി കുറയലും ഉണ്ടാകുന്നുവെന്നും സംഗമം വിലയിരുത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഡിജിറ്റൽ ലിറ്ററസി, ക്രിട്ടിക്കൽ തിങ്കിങ് എന്നിവ നിർബന്ധ പാഠ്യ വിഷയങ്ങളാക്കണം. രക്ഷാകർതൃ അധ്യാപക സമൂഹത്തിന് ആഴത്തിലുള്ള വ്യവസ്ഥാപിത ബോധവൽക്കരണ പ്രോഗ്രാമുകൾ ജില്ലാ ബ്ലോക്ക് തലത്തിൽ നടപ്പിലാക്കണമെന്നും സംഗമത്തിൽ കൂട്ടിച്ചേർത്തു. പരിപാടി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ട്രഷറർ കെ സജ്ജാദ ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം സ്റ്റുഡൻസ് പ്രസിഡന്റ് ടി മുഹമ്മദ് ഷമീൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ നവാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിസ്ഡം സ്റ്റുഡൻസ് ജനറൽ സെക്രട്ടറി സഫ്വാൻ ബറാമി അൽ ഹിക്കമി, അഡ്വക്കേറ്റ് ഫസീഫ് PO, മുഹമ്മദ് ബിൻ അലവി, കാബിൽ CV തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.